അപ്പം നമുക്കിന്നൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ നോക്കാം ഗായ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ അത്രക്കൊന്നും അറിയില്ല. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിയാ ബേബിയും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഗീ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഇട്ടത് എന്താണ് നിയു? ക്യാരറ്റ്. അങ്ങനെ ഞാൻ ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിക്കോട്ടോ. നല്ല പോലെ ഞാൻ ഇളക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കിക്കോ. അപ്പൊ ആ ക്യാരറ്റ് ഒന്ന് വാടി വരണം. നിയ ബേബി നിങ്ങളുടെ അടുത്ത് പറയുവാണ് വാടി വരണം എന്ന്. ക്യാരറ്റ് ഒന്ന് വാടണം എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാം. ഞാനൊരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. ഇത് വെച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഈ പാലും ഗീയും ക്യാരറ്റും കൂടി നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലപോലെ ഇളക്കി വേണം തിളപ്പിക്കാനായിട്ട് കേട്ടോ. അല്ലേ നിയ ബേബി? ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് പാൽപ്പൊടിയാണ്. എന്ത് പൊടിയാ? പാൽപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പാൽപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എൻ്റെ മൈക്കൊക്കെ പൊട്ടിക്കല്ലേ. നിയ ബേബി പാൽപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഏലക്കയും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഏലക്ക. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയിട്ട് നല്ലപോലെ മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡിയായി ഗായ്സ്. ബൈ.